എം മുകേഷുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഒന്ന്, പാർട്ടി പരിപാടികളിൽ മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊല്ലം ജില്ലാ നേതൃത്വം എന്നതാണ്. പാർട്ടി പരിപാടികൾക്ക് മുകേഷിനെ ക്ഷണിക്കേണ്ടതില്ലെന്നും പോസ്റ്ററിൽ പടം വേണ്ടെന്നുമാണ് ധാരണ. MLA എന്ന നിലയിൽ പൊതുപരിപാടികളിൽ മുകേഷിന് പങ്കെടുക്കാം. കുറ്റപത്രത്തിൽ ഗുരുതരമായ കണ്ടെത്തൽ വന്നതോടെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ വാർത്ത വരുമ്പോൾ തന്നെ അതേസമയം തന്നെ കുറ്റപത്രത്തിൽ സാങ്കേതിക പിഴവുകൾ കൊണ്ട് കോടതി ആ കുറ്റപത്രം മടക്കിയെന്ന വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. പക്ഷേ ഇങ്ങനെ അതൊരു സാങ്കേതികമായ കാര്യമാണ്. ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണമുള്ള സാഹചര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിലക്ക് പാർട്ടി പരിപാടിയിലേക്ക് ക്ഷണിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് എന്താണ് ഈ വിഷയത്തിലുള്ള നിലപാടെന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഈ കൊല്ലം കമ്മിറ്റി എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്? എം മുകേഷ് MLA പാർട്ടി പരിപാടികളിൽ മുഖം കാണിക്കേണ്ട, അല്ലെങ്കിൽ പാർട്ടി പരിപാടികളിൽ പുറത്തു കാണിക്കാൻ പറ്റിയ നേതാവല്ല മുകേഷ് എന്നൊരു നിഗമനമാണ് CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിക്കുള്ളത്. അതിന് കാരണം CPM ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു നിലപാടിന് ഘടകവിരുദ്ധമാണ് മുകേഷിനെതിരെയുള്ള ആരോപണം. ഒരു MLA ആയതുകൊണ്ട് തന്നെ സ്ഥാനം രാജിവെക്കേണ്ടെന്ന് നേരത്തെ CPM തീരുമാനിച്ചത്. കാരണം ഒരു MLAക്ക് ഒരു വിഷയത്തിൽ ആരോപണം ഉയർന്നാൽ അത് കുറ്റാരോപിതനായാൽ പിന്നീട് രാജിവെച്ചാൽ തെളിയിച്ച ശേഷം വീണ്ടും കുറ്റം ചെയ്തിട്ടും തെളിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാൻ അവസരമില്ല. മന്ത്രിമാരൊക്കെ ആണെങ്കിൽ, എക്സിക്യൂട്ടീവ് അധികാരമുള്ളവർക്കാണെങ്കിൽ വീണ്ടും തിരിച്ചു വരാൻ അവസരമുണ്ടാകും. അതുകൊണ്ടാണ് MLA രാജിവെക്കേണ്ട നിലപാട് CPM എടുത്തത്. പക്ഷെ അപ്പോഴും മുകേഷിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് CPM വിലയിരുത്തിയിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ വരാൻ CPM ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് മുകേഷ് രാജിവെക്കേണ്ട നിലപാടിലേക്ക് CPMന്റെ സംസ്ഥാന നേതൃത്വം എത്തിയത്. പക്ഷേ കൊല്ലത്ത് ജില്ലാ നേതൃത്വം അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത്. മുകേഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ട, അല്ലെങ്കിൽ മുകേഷ് MLA CPMന്റെ മുഖമായി ആ മണ്ഡലത്തിൽ നിന്നും മാറിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും അത് കൊല്ലത്ത് CPMന്റെ സാധ്യതകളെ ബാധിക്കും. സംസ്ഥാന വ്യാപകമായ എത്ര ഒരു വിഷയമുണ്ടെങ്കിൽ പോലും കൊല്ലമാകും അത് ഏറ്റവും അധികം CPMനെ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് അവിടെ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ചത് ഒരു മഹിളാ കോൺഗ്രസിന്റെ പ്രധാന നേതാവായ ബിന്ദു കൃഷ്ണയാണ്. അവർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുകേഷിനെ മുന്നിൽ നിർത്തിയാൽ, അല്ലെങ്കിൽ മുകേഷ് MLA ആയി തുടരുന്ന ഒപ്പം തന്നെ പാർട്ടി വേദികളിലും നിറഞ്ഞു നിന്നാൽ അത് CPMന്റെ കൊല്ലം മണ്ഡലത്തിലെ സാധ്യതകളെ ബാധിക്കും. അതുകൊണ്ടാണ് മുകേഷ് MLA നിലയിൽ പരിപാടിയിൽ പങ്കെടുത്തോട്ടെ, പക്ഷേ പാർട്ടി വേദികൾ കൊടുക്കേണ്ട, മുകേഷിന് പാർട്ടി വേദികൾ നൽകേണ്ട, പാർട്ടിയുടെ പ്രചരണ പരിപാടികളിലും പ്രക്ഷോഭ പരിപാടികളിലും ഒക്കെ മുകേഷിന്റെ ചിത്രം ഉൾപ്പെടുത്തേണ്ട ഒരു തീരുമാനത്തിലേക്ക്, നിർദ്ദേശത്തിലേക്ക് CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി എത്തുന്നത്. അദ്ദേഹം MLA ആയതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതിയുടെ കൂടി അംഗീകാരം വേണം. സംസ്ഥാന നേതൃത്വം ഇതിനോട് എതിർത്ത് പ്രതികരിക്കാൻ സാധ്യതയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോഴാകും ഇത് ചർച്ച ചെയ്യാനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആകും തീരുമാനമെടുക്കുക. കൊല്ലത്ത് നേതൃത്വത്തിൽ ഇത്തരം ഒരു അഭിപ്രായമുണ്ട്. പുറത്തു കാണിക്കാൻ കൊള്ളാവുന്നയാളല്ല CPMന്റെ കൊല്ലം MLA എന്ന് പറയാതെ പറയുകയാണ് കൊല്ലം ജില്ലാ നേതൃത്വം. ശരി, എന്തായാലും പാർട്ടി പരിപാടിയിൽ തൽക്കാലത്തേക്ക് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു വിലക്കാണുള്ളത്. സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മുകേഷിന് കിട്ടിയ ഏറ്റവും വലിയൊരു പിന്തുണയായിരുന്നു ഒരു ഘട്ടത്തിൽ. അങ്ങനെയാണ് അതിനെ വിലയിരുത്തിയത്. മുകേഷ് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തത് വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ പോലും. പക്ഷേ കൊല്ലം ജില്ലാ കമ്മിറ്റി ഈ കുറ്റപത്രം വന്നതോടുകൂടിയാണ് ഇങ്ങനെ പാർട്ടി പരിപാടിയിൽ മുകേഷിന്റെ മുഖം വേണ്ട തൽക്കാലത്തേക്ക് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെയാണ് മുകേഷ് MLAക്കെതിരായ കുറ്റപത്രത്തിൽ സാങ്കേതിക പിഴവുകൾ ഉള്ളതിനാൽ കോടതി കുറ്റപത്രം മടക്കി നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് കോടതി കുറ്റപത്രം മടക്കി നൽകിയിരിക്കുന്നു. സൂക്ഷ്മ പരിശോധനയിലാണ് സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയത്. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ആജ്ഞ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ, എന്ത് പിഴവ് എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളായിരുന്നു. ഇമെയിൽ സന്ദേശങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും അടക്കം മുകേഷിന് എതിരായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ആലുവ സ്വദേശിനിയായ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചു എന്ന് തന്നെയായിരുന്നു കോടതിയിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. അതായത് മുകേഷ് ഈ കേസിൽ കുറ്റക്കാരനാണ് എന്ന് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതേസമയം അതിൽ സാങ്കേതികമായി പിഴവുണ്ട് എന്നാണ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം
ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സൂക്ഷ്മ പരിശോധനയിലാണ് ഇത്തരത്തിൽ സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കുറ്റപത്രം മടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി നീങ്ങിയിരിക്കുന്നത്. അതിന് വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ. എന്നിരുന്നാൽ ഏത് സാഹചര്യത്തിലാണ് പിഴവ് കണ്ടെത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതായത് സാങ്കേതിക പരിശോധനയിൽ സൂക്ഷ്മ പരിശോധനയിൽ സാങ്കേതിക പിഴവുകൾ കണ്ടെത്തി എന്ന് മാത്രമാണ് കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും സുരേഷിനെതിരെ മുകേഷ് MLA-ക്കെതിരെ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച കുറ്റപത്രം കോടതി മടക്കി എന്നുള്ളതാണ് ശരി. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് തന്നെ അതിലേക്ക് വരാം.